ശ്രീ ദിനകർ, എന്തൊക്കെയാണ് എം ഹസൻ KPCC അധ്യക്ഷൻ പറഞ്ഞത്? അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷമുള്ള പ്രസംഗമാണോ ഇത്? എവിടെയായിരുന്നു ഇത് ശ്രീ ദിനകർ? തീർച്ചയായും അജിംഷാദ്, കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശമാണ് KPCC അധ്യക്ഷൻ എം ഹസൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ചുമതലയേറ്റ ശേഷം ആദ്യമായി പങ്കെടുത്ത പരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. യുവജനക്ഷേമ ബോർഡ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യുവ മാധ്യമ പ്രവർത്തകർക്കുള്ള ക്യാമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. അദ്ദേഹത്തിൻ്റെ പരാമർശം ഇത്തരത്തിലാണ്: ആർത്തവം അശുദ്ധിയാണെന്നും ആർത്തവകാലത്ത് സ്ത്രീകൾ ആരാധനാലയങ്ങളിൽ പോകരുത് എന്ന് പറയുന്നതിൽ ശാസ്ത്രമുണ്ടെന്നും ക്യാമ്പിൽ അദ്ദേഹം വാദിക്കുകയുണ്ടായി. അത് എല്ലാ മതങ്ങളെ സംബന്ധിച്ചും ശരിയാണ് എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇതിനെ ക്യാമ്പിൽ പങ്കെടുത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായ ഭാഷയിൽ ചോദ്യം ചെയ്തുവെങ്കിലും ഹസൻ നിലപാട് തിരുത്താൻ തയ്യാറായില്ല എന്നുള്ള വസ്തുതകൾ കൂടി ഉണ്ട്. മാധ്യമ ക്യാമ്പിൻ്റെ ഭാഗമായി മാധ്യമങ്ങളും രാഷ്ട്രീയവും എന്ന സെഷനിലാണ് ചോദ്യോത്തരങ്ങൾക്കിടെ സ്ത്രീ സമൂഹത്തെ ആകെ അധിക്ഷേപിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ പ്രതികരിച്ചത് എന്നുള്ള വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. അശുദ്ധരായിരിക്കുന്ന അവസ്ഥയിൽ അമ്പലത്തിലും പള്ളിയിലും ആരാധന നടത്തരുത് എന്ന് പറയുന്നതിൽ ശാസ്ത്രീയ കാരണങ്ങളുണ്ട് എന്നാണ് എം ഹസൻ സമർത്ഥിക്കുന്നത്. അതിനെ മറ്റൊരു നിലയിൽ കാണേണ്ടതില്ല. ഈ ദിവസങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ നോമ്പെടുക്കാറില്ല. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അശുദ്ധിയുള്ള സമയങ്ങളിൽ സ്ത്രീകൾ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് തനിക്കെന്നും ഹസൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഏതുതരം അശുദ്ധിയെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത് എന്ന് ഒരു പെൺകുട്ടി ഈ സമയം ചോദിക്കുകയുണ്ടായി. താങ്കൾ പറയുന്ന അശുദ്ധി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പെൺകുട്ടി ആ സമയത്ത് പ്രതികരിച്ചത്. താങ്കൾ പറയുന്ന അശുദ്ധി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, രക്തമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനും താങ്കളുമെല്ലാം ആ അശുദ്ധിയുടെ ഭാഗമല്ലേ എന്നും പെൺകുട്ടി ചോദിച്ചു. അപ്പോഴും തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു ഹസൻ്റെ മറുപടി. ഈ വിഷയത്തിൽ ഇപ്പോൾ തനിക്ക് ഇത്രയുമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും ഹസൻ ആ സമയത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ഒരു കടുത്ത പരാമർശമാണ് KPCC അധ്യക്ഷൻ എം ഹസൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ശബരിമല അയ്യപ്പൻ ബ്രഹ്മചാരിയാണ്, അതുകൊണ്ടാണ് അവിടെ സ്ത്രീകൾ ആർത്തവ സമയത്ത് സ്ത്രീകൾ പോകാത്തത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം സ്ത്രീകൾ ആർത്തവ സമയത്ത് നോമ്പ് നോൽക്കാറില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ പള്ളികളാണെങ്കിൽ കൂടിയും ആർത്തവ സമയത്ത് സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ മതങ്ങൾക്ക് അതീതമായിട്ട് ആർത്തവമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പോകുന്നത് ശരിയല്ല, അത്തരം നിലപാടാണ് തനിക്കുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശമാണ് KPCC അധ്യക്ഷൻ ചുമതലയേറ്റെടുത്ത തൊട്ടു പിന്നാലെ നടത്തിയിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജിംഷാദ്, തീർച്ചയായും ശ്രീ PS സലിം, ആ പെൺകുട്ടി അവിടെ അത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു എന്ന് കേൾക്കുന്നതിന് മുമ്പ് അവരെ പ്രതിനിധീകരിച്ച ആ ചോദ്യം താങ്കളോട് എനിക്ക് ചോദിക്കാനായി, പക്ഷെ താങ്കൾ അത് കേട്ടില്ല. അതായത് ആർത്തവം അശുദ്ധമാണ് എന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഭാഷ്യമാണോ? എം ഹസൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു വാദം നടത്തിയത്. അങ്ങനെയാണ് എങ്കിൽ ഞാനും സലിമും അടക്കം ഈ ചർച്ചയിൽ ഇരിക്കുന്നവരടക്കം എല്ലാവരും അശുദ്ധമല്ലേ എന്ന ആ പെൺകുട്ടിയുടെ ചോദ്യത്തിന് കോൺഗ്രസ് പ്രതിനിധി താങ്കൾക്ക് മറുപടിയുണ്ടോ? അജിംഷാദ്, നിങ്ങളൊക്കെ ഒരു ഏതെങ്കിലും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത വാക്കുകൾക്ക് അതിനൊരു സ്ത്രീവിരുദ്ധ മുഖം നൽകുന്നത് വളരെ ക്രൂരതയാണ്. എം ഹസൻ സൂചിപ്പിച്ചത്, നമ്മളെല്ലാം ദിനകരന്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ്. എം ഹസൻ സൂചിപ്പിച്ചത് വിശ്വാസപരമായ ആചാരപരമായ ചില കാര്യങ്ങളാണ്. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടവരുടെ ബയോളജിക്കലായ ചില ഇൻകൺവീനിയൻസസിന്റെ പ്രശ്നവുമായി ചേർത്ത് അദ്ദേഹം സൂചിപ്പിച്ചതാണ്. അതിൽ ചില മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് സൂചിപ്പിച്ചത് കൊണ്ട് അതിൽ എവിടെയാണ് സ്ത്രീവിരുദ്ധതയുള്ളത്? ഏതെങ്കിലും സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പരാമർശനം എം ഹസന്റെ ഈ വാക്കുകളിലുണ്ടോ? ഇത് ഒന്ന് ആ മാധ്യമ സെമിനാറിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു KPCC അധ്യക്ഷനെങ്കിൽ ക്ഷേത്രപ്രവേശനത്തിന് തൊട്ട് മുമ്പ് വരെയും അത്തരത്തിൽ ചിലർക്ക് ക്ഷേത്രത്തിൽ കയറാൻ അവകാശമില്ലായിരുന്നല്ലോ. അതും അന്നത്തെ ഒരു ആചാരമായിരുന്നല്ലോ. അതിനെ അങ്ങനെ അനുവർത്തിച്ചേനെയോ KPCC പ്രസിഡന്റ് കേളപ്പൻ അടക്കമുള്ളവരെ സ്മരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഇല്ല, ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സാമൂഹ്യ മാറ്റങ്ങളുമായി ഇതിനൊന്നും ഒരു ബന്ധവുമില്ല. ഇത് കൃത്യമായി ദിനകരന്റെ ഒരു വളരെ 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 പ്ലാൻഡായ ഒരു ഓപ്പറേഷനാണ്.
മാധ്യമ സെമിനാറിൽ MMSന്റെ പ്രസംഗങ്ങൾ, ഒരു ഇന്ററാക്ഷൻസ്, ചോദ്യോത്തരങ്ങൾ, അതിലേതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് ഇത്തരം ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അതിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്നുള്ള ഒരു വ്യാഖ്യാനം ഒരു തരത്തിലും നമുക്ക് അത് ഏത് ആംഗിളിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ അതിൽ തെറ്റുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ തെറ്റുകളുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ താങ്കളോട് ചോദിക്കുന്നു, അതായത് ഒരു വിഷയം, ആ വിഷയത്തിന്റെ ആഴത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പൊതുവെ ജനറലൈസ് ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെന്ന്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായി ആർത്തവ സമയത്തിലും പള്ളിയിൽ പോകാമല്ലോ. അല്ല, KPCC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഒരു മേഖലയിൽ കടന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ഈ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനുള്ള ആധികാരികതയില്ല. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ആർത്തവം ഒരു അകന്നു നിൽക്കേണ്ടതായ അല്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ടതായ അശുദ്ധിയായി ഒന്നും ആരും കരുതുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്തിനു വേണ്ടി അദ്ദേഹം നടത്തി? വളരെ പ്രാകൃതനായ ഒരു മത മൗലികവാദിയുടെ ശബ്ദത്തിൽ എന്തുകൊണ്ട് KPCC പ്രസിഡന്റിന് സംസാരിക്കേണ്ടി വന്നു? അതൊക്കെ ഒരു ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആർത്തവകാലം എന്നത് അശുദ്ധി മാത്രമല്ലല്ലോ, അവർ സ്വന്തം വീട്ടിൽ പോലും കഴിയാൻ അനുവദിക്കാത്ത കാലമൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പുറത്ത് അതിനുവേണ്ടി പ്രത്യേകമായ താമസം, ഇത്ര ദിവസം മാറി നിൽക്കുക, അത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ ശാസ്ത്രീയമല്ല എന്ന് കണ്ട് അതിനെല്ലാം മറികടന്ന് അല്ലെങ്കിൽ ആ അസൗകര്യങ്ങൾക്കുള്ള പ്രതിവിധി കണ്ടുപിടിച്ച് സ്ത്രീകൾ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി നടത്തുന്ന പ്രസ്താവന ഈ വിഷയത്തിലാണ് എന്നറിയുന്നത് വളരെ കൗതുകകരമാണ്, ഖേദകരം കൂടിയാണ്. തീർച്ചയായും ശ്രീ PS സലീം, അവിടേക്കാണ് കാര്യങ്ങൾ എത്തേണ്ടത്. അതായത് 50% വരുന്ന ജനപ്രതിനിധികൾ സ്ത്രീകളാകണം എന്ന നിയമം നിഷ്കർഷിക്കുന്ന ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ ആ വിധത്തിലേക്ക് ചർച്ചകൾ പുരോഗമിക്കണമെന്ന് പറയുന്ന രാജ്യത്ത്, അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ ഇന്ദിരാഭവനിൽ സ്ത്രീകൾ ആ സമയത്ത് കയറരുത് എന്നുകൂടി പറയേണ്ടതില്ലേ? ക്രിസ്ത്യാനികളെ കുറിച്ച് അദ്ദേഹം തെറ്റിദ്ധാരണാപരമായി പ്രചരിപ്പിച്ചു എന്ന തെറ്റും കൂടി അതിലില്ലേ? ക്രൈസ്തവ വിശ്വാസപ്രകാരം ആർത്തവകാലത്ത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, അവർക്ക് ആരാധനാകർമ്മങ്ങളിൽ പങ്കെടുക്കാം എന്നിരിക്കെ ജനറലൈസ് ചെയ്ത് ഒരു കുറ്റം പറയുക കൂടി ചെയ്തില്ലേ ശ്രീ MM ഹസൻ? PS സലീം, താങ്കൾ പറയൂ. അല്ല അജിംഷാദി, ഇതൊരു മഹാ അപരാധമായി ഒന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇത് കേരളത്തിൽ നമ്മുടെ മലയാളിയുടെ ശുചിത്വബോധവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുന്ന ചില വീക്ഷണങ്ങളുണ്ട്. അതോടൊപ്പം ചില മതങ്ങളുടെ ശുചിത്വബോധവുമായി ബന്ധപ്പെട്ട് ആരാധനാ സമയങ്ങളുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ ഇപ്പോഴുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ക്രിസ്ത്യാനികളുടെ കാര്യം എന്തിനു പറഞ്ഞു? അവർക്കതില്ലല്ലോ. അതുകൂടി ശ്രീ PS സലീം. ഇപ്പോൾ TN സീമ കൂടി ചേരുകയാണ്. ശ്രീ TN സീമ, ഇത് സാധാരണഗതിയിൽ നടന്നു വരുന്ന ഒരു ആചാരത്തിന്റെ തുടർച്ചയെ സംബന്ധിച്ച് പറഞ്ഞതാണ് MM ഹസൻ എന്നാണ് ശ്രീ PS സലീമിനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എങ്ങനെയാണ് MM ഹസന്റെ ഈ വാദത്തെ എടുക്കുന്നത്? വസ്തുതാപരമായ അതിലൊരു തെറ്റുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അതിനേക്കാളൊക്കെ ആർത്തവം എന്ന ജൈവപരമായ വിശുദ്ധിയെ അശുദ്ധമെന്ന് പറയാൻ MM ഹസൻ ആരധികാരം കൊടുത്തു? എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ആദ്യം പ്രതികരിക്കുക? ശ്രീമതി TN സീമ. സീമ കേൾക്കാമോ? ശ്രീമതി സീമ കേൾക്കാമോ? ശ്രീമതി TN സീമ കേൾക്കാമോ? അതായത് ഒരു സ്ത്രീയുടെ ജൈവപരമായ പ്രത്യേകതയെ അപമാനിക്കുന്നതല്ലേ ശ്രീ MM ഹസന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ? ആർത്തവം അശുദ്ധമാണത്രേ. ക്രിസ്ത്യാനികളാണ് നോക്കുന്നില്ലല്ലോ. തീർച്ചയായും TN സീമ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് ശബ്ദം വഴി തീർച്ചയായും ശ്രദ്ധിക്കുക. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു പക്ഷേ വലിയ ഗൗരവമായ രീതിയിലേക്ക് കാര്യങ്ങളെയും ചർച്ചയെയും വിന്യസിക്കേണ്ട വലിയ കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ശരിയാണ്, കോൺഗ്രസിന്റെ അഭിപ്രായമാണ് കേരളത്തിൽ MM ഹസൻ ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ അഭിപ്രായമാണോ ഇത്? അത് എത്രത്തോളം തിന്മയാണ്, തെറ്റാണ്, അതിന്റെ വ്യാപ്തി എന്ത്? വിശദീകരിക്കൂ ശ്രീ. അല്ല, ആർത്തവത്തെ സംബന്ധിച്ച ചർച്ച സ്ത്രീയുടെ ഒരു
ശാരീരിക സവിശേഷതയുമായി ബന്ധിപ്പിച്ച ചർച്ചയല്ല, അത് ജനാധിപത്യവുമായി ബന്ധിപ്പിച്ച ചർച്ചയാണ് പുതിയ കാലഘട്ടത്തിൽ. അത് സലീം മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അനുഷ്ഠാനപരമായി ചില മതങ്ങൾ ഇത്തരം സംഭവങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ആർത്തവം അശുദ്ധമാണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ സ്ത്രീയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് അശുദ്ധമെന്ന് അവർ വിളിച്ചത്. പത്തോളജിക്കലായിട്ട് ഇപ്പോൾ നമുക്കത് അറിയാൻ കാര്യങ്ങൾ. അതുകൊണ്ട് ഒരു വലിയ തെറ്റാണ് ആ കാലഘട്ടത്തിൽ പറ്റിയത്. അതാണ് സലീം നാം ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ അറിവുകളും ഫിസിക്കലായ ധാരണകളും അതുമാതിരി തന്നെ സ്ത്രീകളെ പെട്ടിരിക്കുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ട് എന്ന ചരിത്രപരമായ അറിവുകളുമൊക്കെ ചേർന്നാണ് ആർത്തവം എന്ന സവിശേഷതയെ, സ്ത്രീ സവിശേഷതയെ ഒരു രാഷ്ട്രീയ പ്രമേയമോ ഒരു ജനാധിപത്യ പ്രമേയമോ ഒക്കെ ആയി പരിവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ വേണം അതിനെ കാണാൻ. സ്ത്രീ ശരീരത്തെ ശരിക്കും പുരുഷാധിപത്യത്തിന് വിധേയമായി നിൽക്കേണ്ട ശരീരം എന്ന നിലയ്ക്ക് പരാമർശിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ ആ വ്യവഹാരത്തിലാണ് ആർത്തവം ഒന്നിനും കൊള്ളാത്ത സ്ത്രീയെ സൃഷ്ടിച്ചത്. ഇന്ന് അങ്ങനല്ല. ആർത്തവം ഒരു സാഹചര്യത്തിലും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞല്ലോ, സെബാസ്റ്റ്യൻ പോൾ ജനിച്ചിരിക്കുന്ന ആ മതവുമായി ബന്ധിപ്പിച്ച് യാതൊരു അസ്പൃശ്യതയും ആർത്തവം സ്ത്രീക്ക് നൽകുന്നില്ല. ആ യാഥാർത്ഥ്യം പോലും, സത്യത്തിൽ ആ വസ്തുത പോലും നിങ്ങളുടെ പ്രസിഡന്റിന് അറിയില്ല എന്നതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ തെറ്റായ ധാരണകൾ മൂലം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയിരിക്കുന്നു. അങ്ങനെ വരുമ്പം ആ പെൺകുട്ടി ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അത് പുതിയ ജനാധിപത്യ ശക്തികൾ ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തെ അദ്ദേഹം അവഗണിക്കുകയും എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് ശരി എന്ന് പറയുക കൂടി ചെയ്യുമ്പോൾ സത്യത്തിൽ തൻ്റെ തെറ്റുകളിൽ നിന്ന് താൻ മാറാൻ തയ്യാറല്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നു താങ്കളുടെ KPCC പ്രസിഡന്റ്. അതുകൊണ്ട് അതൊരു ചെറിയ പരാമർശമായി പോകും എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായും മ്ലേച്ഛമായ പുരുഷ മേധാവിത്വം അലയടിച്ചിരുന്ന കാലത്ത് ശരീര സംഭോഗം അനുവദിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ പേരിൽ അന്നവർ സൃഷ്ടിച്ചതാണ് ഈ ആർത്തവം എന്ന വിശുദ്ധിയെ അശുദ്ധിയായി. അത് മാറി, ശാസ്ത്രം മാറി. തീർച്ചയായും ശ്രീ ബാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചത് തന്നെയാണ്. ശ്രീ PS ലും വലിയ പ്രമുഖരിരുന്ന കസേരയാണ് MM ഹസൻ ഇരിക്കുന്നത്. തീർച്ചയായും ആ അർത്ഥത്തിൽ എതിർപക്ഷം പോലും ബഹുമാനിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണെങ്കിൽ പോലും താങ്കൾ പറഞ്ഞതുപോലെ അടർത്തിയെടുത്തതല്ല. ഒരു പക്ഷേ ആർത്തവം അശുദ്ധമാണെന്ന് MM ഹസൻ പറയരുതായിരുന്നു എന്നാണ് ഇവിടെ ചർച്ചയിൽ പറഞ്ഞവർ. തീർച്ചയായും MM ഹസൻ എന്ന KPCC പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യം നടത്തിയ സെമിനാറിലാണ് ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധമായ പരാമർശം നടത്തിയത്. സ്ത്രീയുടെ ആർത്തവം അശുദ്ധിയാണ്, അവർ ആരാധനാലയങ്ങളിൽ കയറരുതെന്ന് MM ഹസൻ പറഞ്ഞു. ശ്രീമതി TN സീമ കൂടി ഈ ഘട്ടത്തിൽ നമ്മുടെ ചർച്ചയിലേക്ക് ചേരുകയാണ്. ശ്രീമതി TN സീമ, ജൈവപരമായ വിശുദ്ധിയുടെ ആ ഘടികാരത്തെ സാഹിത്യകാരന്മാരും ജനാധിപത്യ ലോകവും വല്ലാതെ പുകഴ്ത്തുന്ന ഒരു പുരോഗതിയിലേക്ക് എത്തിയ കാലത്തും KPCC പ്രസിഡന്റ് പരസ്യമായി പറയുന്നു ആർത്തവം അശുദ്ധമാണെന്ന്. എങ്ങനെ കാണണം ഇതിനെ? ആർത്തവം എന്ന് പറയുന്നത് ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടൊരു ധർമ്മം അതിനുണ്ട്. അത് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള ഒരു ശാരീരിക പ്രക്രിയയാണ്. ഒരു സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത് MM ഹസനെ പോലുള്ള ആളുകൾ, ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അധികാരം കൂടി ഏറ്റെടുത്തതിന് ശേഷം നടത്തിയിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ അങ്ങേയറ്റം എന്താ പറയേണ്ടത്, വളരെ പ്രാകൃതവും അപരിഷ്കൃതവും ഒക്കെ ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ വിശുദ്ധി, ആർത്തവത്തിന്റെ അശുദ്ധിയെ കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീയുടെ വിശുദ്ധിയെ കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്ത്രീകളുടെ ഇന്നത്തെ നിലയിൽ സ്ത്രീകൾ നേടിയിട്ടുള്ള പുരോഗമനത്തെയും മുന്നേറ്റത്തെയും ഒക്കെ തന്നെ തടയുന്ന തരത്തിലുള്ളതാണ്. അത് ഏറ്റവും പഴയ തരത്തിലുള്ള പഴഞ്ചനും യാഥാസ്ഥിതികമായിട്ടുള്ള നിലപാടുകളിൽ നിന്നാണ് അത്തരം കാര്യങ്ങൾ വരുന്നത്. ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആർത്തവം ഉള്ള സമയത്ത് പോണോ വേണ്ടയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് വിശ്വാസികളായ സ്ത്രീകൾ തന്നെ അതിനനുസരിച്ച് പരിപാലിക്കുന്നുണ്ട്. അത് അവർക്ക് താല്പര്യമുള്ള നിലയിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾ സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ആർത്തവമുള്ളപ്പോൾ സ്ത്രീകൾ വീട്ടിലിരിക്കണം, സ്ത്രീകൾ തീരുമാനിച്ചുകൊള്ളും, ആർത്തവം ഉള്ളപ്പോൾ എന്ത് ചെയ്യണം സ്ത്രീകൾ തീരുമാനിച്ചുകൊള്ളും. ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളും മതനേതാക്കളും സ്ത്രീകളുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അത് ഇത്രയും കാലമായിട്ടും ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് ബോധ്യമാകുന്നില്ല. വീണ്ടും ഇത്തരത്തിൽ സ്വയം അപഹാസ്യനായിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നത് അങ്ങേയറ്റത്തെ ഒരു നാണക്കേട്
ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രതിനിധി ശ്രീ PS സലിം പറഞ്ഞത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയതാണ് അതെന്നാണ്. ഒരുപക്ഷെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, ആരാധനാലയങ്ങളിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയെ സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിച്ചതാകാം എന്നാണ് ശ്രീ PS സലിം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ആചാരങ്ങൾക്ക് വഴിവെച്ച് സ്ത്രീ പ്രവേശനത്തെ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് എതിർക്കുന്നു, കാരണം അത് ആചാരങ്ങൾക്ക് വിരുദ്ധമാകുന്നു എന്ന ഒരു പിന്തിരിപ്പൻ നിലപാടെങ്കിലും പറയാമായിരുന്നു. അതിന് ഈ ആർത്തവം എന്ന ജൈവ പ്രത്യേകതയെ തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ അധമ ചിന്തയുടെ പ്രതിഫലനമായി കാണാമോ ഇതിനെ ശ്രീ TN സീമ? തീർച്ചയായിട്ടും മനസ്സിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തുല്യതയെ കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട് അവരുടെ മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കാനാകില്ല. പലപ്പോഴും പുറമെ കാണിക്കാൻ വേണ്ടി വളരെ പ്രകടനപരതയായിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീകളെ കുറിച്ചൊക്കെ ഇവരൊക്കെ പറയുന്നത്. ഉള്ളിൽ ഈ ആ പഴഞ്ചനായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവരുടെ പലരുടെയും മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പള്ളിയോ ക്ഷേത്രോ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ആർത്തവമുള്ളപ്പോൾ സ്ത്രീകൾ വീട്ടിലിരിക്കണം എന്നാ പറയുന്നത്. ആർത്തമുള്ള സ്ത്രീകൾ തന്നെയാണ് തൊഴിലെടുക്കാൻ പോകുന്നതും സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും പണിയെടുക്കുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിന് അതിന്റെ കൂടെ പ്രവർത്തിക്കുന്നതും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ശാരീരിക പ്രക്രിയയിലൂടെ സ്ത്രീകൾ തന്നെയാണ്. അത്തരത്തിൽ ഇത്രയും സജീവ സാന്നിധ്യമായിട്ടുള്ള സ്ത്രീകളെ നോക്കിക്കൊണ്ട് എങ്ങനെ പറയാൻ കഴിയുന്നുള്ളൂ? എനിക്കത് വളരെ ഒരു വല്ലാത്തൊരു അപമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അതാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സ്ത്രീകൾ ഇത്ര ശതമാനത്തിലേക്ക് എത്തണം, ഇപ്പോഴുള്ളത് പോരാ എന്ന രീതിയിലേക്കൊക്കെ നിയമനിർമ്മാണ സഭ ചർച്ച ചെയ്യുമ്പോഴാണ് ആ നിയമനിർമ്മാണ സഭയുടെ ഭാഗങ്ങളായി ചേരാൻ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു പ്രമുഖ പാർട്ടി ഇത്തരത്തിൽ പറയുന്നത്. അതായത് ചന്ദ്രചംക്രമണവും സൂര്യചംക്രമണവും ഒക്കെ സമയത്തെ നിശ്ചയിക്കുന്നതിന് മുമ്പ് ഈ ഇത്തരം ജൈവ പ്രത്യേകതകളാണ്, സ്ത്രീയുടെ ആർത്തവമാണ് സമയം എന്ന ബോധം മനുഷ്യനിലേക്ക് ഉണ്ടാക്കിയതെന്ന് നരവംശ ശാസ്ത്രജ്ഞർ റിസർച്ച് ചെയ്യുന്ന ഒരു കാലത്താണ് MMSN ഇത് പറയുന്നത്. ഇത് ഭോഷ്കത്തരമല്ലേ എന്ന് പറഞ്ഞാൽ അധികമാകുമോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അതെ, ആരാധനാലയങ്ങളിൽ കയറരുത് എന്ന് ഹസൻ പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ അത് ബാധകമാകുമായിരിക്കാം ഹസന്റെ ദൃഷ്ടിയിൽ. ഇവിടെ ശ്രീമതി സീമ പറഞ്ഞതുപോലെ സ്ത്രീകൾ എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നത് ആർത്തവകാലത്തും അവരുടെ സാന്നിധ്യമുണ്ട്, അവരുടെ പ്രവർത്തനമുണ്ട്. അവരുടെ അവശതയോ അവരുടെ ക്ഷീണമോ അതിനുള്ള പരിഹാരം അവർ കണ്ടെത്തിക്കൊള്ളും. ഇവിടെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഈ ഒന്നിലേറെ ഭാര്യമാരെ വേണം അത് ന്യായീകരിക്കുന്നത് ആർത്തവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു രീതിയിലേക്ക്, ആ ഭാഷയിലേക്കും ശൈലിയിലേക്കും ഹസൻ പോകുമ്പോൾ ഹസന് പോകാം, അതിനതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ KPCCയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഹസൻ നടത്തിയ ആദ്യത്തെ നയപ്രഖ്യാപനം എന്ന് തന്നെ പറയട്ടെ, അത് ഈ വിഷയം ആയി എന്നത് അങ്ങേയറ്റം അപമാനകരമാണ്, ആശ്ചര്യകരമാണ്. തീർച്ചയായും വലിയ വിഷയം. ഒരുപക്ഷെ KPCC അധ്യക്ഷനായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം നവോത്ഥാന കേരളത്തിൽ ഇത്തരത്തിൽ ഒരു വാദം ഉയർത്തുന്നു. ഒരുപക്ഷെ ശരിയാണ്, ആരാധനാലയങ്ങളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ തൊടുന്നില്ല എന്ന് പറയാമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ഡയറക്റ്റായി സ്ത്രീയുടെ ജൈവ പ്രത്യേകതയെ തന്നെയാണ് ആക്രമിച്ചത്. ആർത്തവം അശുദ്ധമാണെന്ന് KPCC പ്രസിഡന്റിന്റെ വായിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിനെയും ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. വിശദമായി ചർച്ചയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും MM ഹസൻ പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കാം. ആ MM ഹസൻ അത് പറയുമ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടിയുണ്ട്, നമുക്കത് കിട്ടിയിട്ടുണ്ട്, അതും നമുക്ക് നൽകാനാകും. ആദ്യം MM ഹസൻ പറഞ്ഞ ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രൈസ്തവരായാലും സ്ത്രീകൾ അശുദ്ധമായിരിക്കുന്ന സമയത്ത് ഒരു ആരാധനാലയത്തിലും അവർക്ക് കയറാൻ പാടില്ല. അത് ജാതി മത വ്യത്യാസമില്ലാതെയുള്ള ഒരു ശാരീരിക അവസ്ഥയുടെ സാക്ഷാൽ ശബരിമല അയ്യപ്പൻ അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ അശുദ്ധ സമയത്ത് അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാ മതത്തിലും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് എന്താണ്, അമ്പലത്തിലായാലും പള്ളിയിലായാലും ഞാൻ മനസ്സിലാക്കിയത് പറയുകയാണ്, അവർ ശരീരശുദ്ധിയോടുകൂടി പോകണം. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഒരു ശരീരശുദ്ധിയുടെയും നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് റംസാൻ വ്രതം എടുക്കരുതെന്ന് പറയുന്നത്. കാരണം അവർക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെടുന്ന സമയത്ത്
അവർ വ്രതം എടുക്കാൻ പാടില്ല. അപ്പോൾ ശരീരം അശുദ്ധമാണെന്നുള്ളത് കൊണ്ടാണ്. അത്രേ എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പറ്റും. തീർച്ചയായും ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് KPCC പ്രസിഡന്റ് ആർത്തവത്തെ അശുദ്ധമാണ് എന്ന് പറയുമ്പോൾ, ആർത്തവം അശുദ്ധിയാണ്, സ്ത്രീ അശുദ്ധിയാണ് എന്ന് പറയുമ്പോൾ, ഒരു പക്ഷേ ആധുനിക ജനാധിപത്യ കാലത്തിന് നിരക്കാത്ത, പൊറുക്കാനാകാത്ത ഒട്ടേറെ മാനങ്ങൾ അതിലുണ്ട് എങ്കിൽ എങ്ങനെയാണ് KPCC അധ്യക്ഷന്റെ ആ വാക്കുകളെ രാഷ്ട്രീയ കേരളവും സാംസ്കാരിക കേരളവും ഏറ്റെടുക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും? ശ്രീ ഭാസുരേന്ദ്രൻ. അല്ല, കോൺഗ്രസിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും ഇത് അംഗീകരിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് മാത്രമല്ല, ജനാധിപത്യപരമായി ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർക്ക്, നേതാക്കൾക്ക് തന്നെ, അത് പുരുഷന്മാരാണെങ്കിൽ പോലും ശ്രീ MM ഹസൻ്റെ ഈ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ MM ഹസൻ ഇത് നടത്തുമ്പോൾ സംഭവിക്കുന്ന, KPCC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് നടത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയൊരു അപജയം, കോൺഗ്രസിൻ്റെ അപജയം നാം കാണേണ്ടത്, ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുനരുത്ഥാന ശ്രമങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. ശ്രീ സലീമിനും അതറിയാം. ആ പുനരുത്ഥാന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായും ഒരു വലതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യൻ സാഹചര്യങ്ങളെ വളരെയധികം പുനരുത്ഥാന രീതികളിൽ പുനഃസംഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, ആര് പോകണം, ആര് നിൽക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഒരു പുനരുത്ഥാന രീതി സ്വീകരിക്കുകയും. അതാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് ആ ദർശന സൗന്ദര്യമുള്ള വലിയ വാക്കുകളിൽ നാം ചർച്ച പുരോഗമിപ്പിക്കുമ്പോൾ നാം കേൾക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ. അതായത് MM ഹസൻ ഇത് പറയുമ്പോൾ നൊന്തുകൊണ്ട് ഒരു മാതൃത്വം, എല്ലാ സ്ത്രീയിലും മാതൃത്വം ഉറങ്ങുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശാല പരിപ്രേക്ഷ്യത്തിലാണ് പറയുന്നത്. ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ് ഇത് തെറ്റല്ലേ എന്ന്. അവളുടെ വേദന, അവളുടെ ആ വിരൽ ചൂണ്ടൽ, ഒരിക്കൽ ആ വാക്കുകൾ കേൾക്കാം. MM ഹസൻ ഇത് പറയുമ്പോൾ എതിർത്തിരുന്ന ആ പെൺകുട്ടി, അവളുടെ വാക്കുകളിലേക്ക്. ലാസ്റ്റ് സമയത്ത് അശുദ്ധിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ജൈവികമായ പ്രക്രിയയാണ്. ഇതിപ്പോ ഈ അശുദ്ധി എന്ന് പറയുന്നത് രക്തത്തിന്റെ പേരിലാണോ അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാകുന്ന അവയവത്തിന്റെ പേരിലാണോ സാർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതൊരു അശുദ്ധിയാണെങ്കിൽ സാർ ഉൾപ്പെടുന്ന എല്ലാ മനുഷ്യങ്ങളും അശുദ്ധിയുടെ അല്ലെങ്കിൽ അശുദ്ധിയുടെ ഫലമല്ലേ സാർ? തീർച്ചയായും ആ മെടുക്കി ചോദിച്ച ചോദ്യം കൊണ്ട് തന്നെയാണ് നാം ഈ ചർച്ച ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അങ്ങനെ ചോദിക്കാൻ സ്ത്രീകൾക്കാകുന്നു എന്നത് ശ്ലാഘനീയം തന്നെ. പക്ഷേ അവിടെ അപ്പോൾ KPCC അധ്യക്ഷൻ പുലർത്തേണ്ട ആ വലിയ ചോദ്യം, അല്ല, ആ പെൺകുട്ടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനാധിപത്യ ബോധമുണ്ട്. സ്ത്രീയെ സംബന്ധിച്ച് ചരിത്രത്തിൽ അവൾ എത്തി നിൽക്കുന്ന സ്വയം അന്വേഷണത്തിൻ്റെ, ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമായി എത്തി നിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു റോസ്റ്റത്തിൽ നിന്നാണ് അവർ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസ്സുകാർ മറുപടി പറയേണ്ട ഒരു ചോദ്യമാണത്. കോൺഗ്രസ് പ്രസിഡന്റ് ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ എന്ത് മറുപടി പറഞ്ഞു എന്ന് നമുക്കറിയില്ല. പക്ഷേ സലീമിനെ പോലെയുള്ള ആൾക്കാർ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ആ അർത്ഥത്തിലാണ് ആർത്തവം അശുദ്ധമാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അത് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധ പുനരുത്ഥാന ശ്രമങ്ങൾക്ക് കോംപ്ലിമെൻ്ററിയായി തീരുന്ന അവസ്ഥയിലേക്ക് അത് നീങ്ങും. KPCC അധ്യക്ഷൻ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്തർഗതങ്ങളുടെ ഭാവപ്പകർച്ചകളിൽ ഏത് പക്ഷത്താണ് അദ്ദേഹം നിലപാടെടുക്കുന്നത്? ആ ഭാവപ്പകർച്ചയുടെ ഏത് പക്ഷത്താണ് എന്ന് ബോധ്യമാക്കുന്നു. അത് പിന്തിരിപ്പനാണ് എന്നാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു ക്രോഡീകരിച്ചത്. തീർച്ചയായും രക്തം അശുദ്ധമാണ് എങ്കിൽ രക്തം പുറംതള്ളുന്ന പുരുഷനായ ഒരു രോഗിയെ അശുദ്ധനായി ഒരാരാധനാലയവും കാണുന്നില്ല. മൂത്രം അശുദ്ധമാണ് എങ്കിൽ ആ മൂത്രം ഇറ്റിറ്റ് പുറത്തേക്ക് പോകുന്ന രോഗിയായ പുരുഷനെ അശുദ്ധരായി കാണുന്നില്ല. അവർക്കൊക്കെ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുകയും ചെയ്യാം. ഇങ്ങനെ ചർച്ചയെ കൊണ്ടുപോകേണ്ട ആധുനിക യുഗത്ത് ഇങ്ങനെ ഒരു KPCC പ്രസിഡന്റ് പറയാൻ പാടുണ്ടോ എന്നാണ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ പറയാനുള്ളത്. തീർച്ചയായും ആർത്തവം അശുദ്ധമെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ.